എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിറക്കൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ പൂവച്ചൽ ഖാദർ അവർകൾ രചിച്ച് ശ്രീ ശ്യാം സാർ സംഗീതം ചെയ്ത ശ്രീമതി ചിത്രയും അതിൻ്റെ മെയിൽ വെർഷൻ ശ്രീ കെ ജി മാർക്കോസും പാടിയ പൂമാനമേ ഒരു രാഗമേഘം താ എന്ന ഗാനമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 96ാമത്തെ ഗാനമാണ്. ഇതിൻ്റെ ശ്രുതി ഡി, അതായത് 2 കട്ട, 5 ഫിംഗർ 5 വിരൽ ഡിയുടെ ഫ്ലൂട്ടിലാണ് ഞാൻ വായിക്കുന്നത്. അതായത് 2 വിരൽ 5ൻ്റെ ഫ്ലൂട്ടിൽ 5 വിരൽ വെച്ചാൽ ഡി വരും. അപ്പോൾ ആ ഫ്ലൂട്ടിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ രാഗം ആവേരിയുടെ ഒരു റൂട്ടാണ്. അതിൽ ഒരു ദൈവതം, ശുദ്ധ ദൈവതം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആവേരി എന്ന് പറയുമ്പോൾ സ ഗ മ പ നി സ ആരോഹണം, സ ചെറിയ ഗ സാധാരണ ഗന്ധനം, മ ചെറിയ മ ശുദ്ധമധ്യം, പ നീ ചെറിയ നിഷാദം കൈശിക നിഷാദം, സ അവരോഹണം വരുമ്പോൾ സംഭവമാണ് സ നീ ചെറിയ നീ വലിയത ചതുശ്രീതം, പ മ ചെറിയ മ ഗ രീ അവിടെ ചതുശ്രീ ഋഷഭം വലിയ ഋഷഭം, സ സ നി ദ പ മ ഗ രി സ. ഹരഹരപ്രിയ രാഗത്തിന്റെ ജന്യമാണ്. അപ്പൊ അവരോഹണം വരുമ്പോൾ ഹരഹരപ്രിയ വരും. ഇതിലൊരു ശുദ്ധ ദൈവത കൂടി, ചെറിയ ദൈവതം ചേർത്തിട്ടുണ്ട് പാട്ടിൽ. ചെറിയ ദൈവതം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഇത് ചെറിയതാ. ഇവിടെ ഹാഫ് നോട്ട് വരും ഫ്ലൂട്ടിൽ. അങ്ങനെ വരും. അത് ഞാൻ ജസ്റ്റ് ഒരു ഫ്രെയിം വായിക്കാം. നമ്മൾ ഇൻട്രൊഡക്ഷൻ, പല്ലവി, ഫസ്റ്റ് ബി ജി, അനുപല്ലവി, സെക്കൻഡ് ബി ജി, അങ്ങനെ 5 പാർട്സ് ആയിട്ടാണ് ഇത് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കിലേക്ക് പോകുമ്പോൾ താളം, ആദ്യ താളം 1 2 3 4 5 6 7 8 അങ്ങനെ 8 ബീറ്റുള്ള ആദ്യ താളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻട്രൊഡക്ഷനിൽ വായിച്ചിരിക്കുന്നത് 12 സ്ട്രിങ്ങുള്ള 12 സ്ട്രിങ് ഗിറ്റാറും സന്തൂരും, പിന്നെ ഒരു വയലിൻ സോളോ, എന്നിട്ട് ഒറ്റയ്ക്ക് വായിക്കുന്ന വയലിൻ,
പിന്നെ കീബോർഡിൻ്റെ സിന്തസൈസറിൻ്റെ ടോൺ, പിന്നെ ഗ്രൂപ്പ് വയലിനും വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ 5 ഇൻസ്ട്രുമെൻസാണ് ഇതിൽ വായിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ 1 2 3 4. ആദ്യം 12 സ്ട്രിംഗ് ഗിറ്റാർ. പ സ സ സ പ നി 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 പ ടി പ സ സ സ പ നി 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 പ ടി പ സ സ സ പ നി 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 പ രി പ പ സ സ സ പ നി 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 പ രി രി മുകളിൽ പ സ സ സ മുകളിലത്തെ സ പ നി 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 പ രി. ഇങ്ങനെ ഇതൊരു 6 തവണ വായിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 6 തവണ വായിച്ചിട്ടുണ്ട് ഗിറ്റാർ. അതിൻ്റെ കൂടെ തന്നെ സന്തൂരും കൂടി ചേർന്നിട്ടാണ് വായിച്ചിരിക്കുന്നത്. അതിൽ 2 പ്രാവശ്യം പ സ സ സ പ നി 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 പ ടി പ സ സ സ പ നി 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 പ ടി എന്ന് വായിച്ച് കഴിയുമ്പോൾ വയലിൻ സോളോ, വയലിൻ ഒറ്റയ്ക്ക് സ പ പ മ ഗ മ പ മ ഗ ഗ മ പ രി രി നി സ ഗ രി ഗ സ സ അ അ പ പ അ അ മ ഗ മ പ മ ഗ സ അ അ പ പ അ അ മ ഗ മ പ മ ഗ. വൺ ടു ഗ മ പ രി രി നി സ ഗ രി ഗ സ. 1 2 ഗ മ പ രി രി നി രി സ നി രി സ നി സ ഗ രി ഗ സ സ ഗ രി ഗ സ ഗ മ പ അ അ രി രി സ നി സ ഗ രി ഗ സ. പാ വായിക്കുന്നത് മായ മ പ രി ഗ മ മ പ രി രി സ നി സ ഗ രി ഗ സ. അതുവരെ ഈ ഗിറ്റാർ പ സ സ സ പ നി 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 പ ടി ആ സംഭവം 6 പ്രാവശ്യം വായിക്കും. അത് കഴിഞ്ഞിട്ട് സിന്തസൈസർ കീബോർഡിൽ ഒരു അക്കോർഡിയൻ്റെ പോലെയുള്ളൊരു ടോൺ, ഒരു റീഡ് ടോൺ ആണ് വായിച്ചിരിക്കുന്നത്. സ പ മ ഗ മ പ മ നി പ മ ഗ സ ആ സ നിഷാദത്തിന് നി സ പ അ അ മ ഗ മ പ മ നി പ മ ഗ ഗ മ പ മ നി പ മ ഗ പ സ 2 3 4 പ വ അ മ ഗ മ പ മ നി പ മ ഗ. വൺ ടു ഗ മ പ രി നി രി രി ഗ രി സ. 1 2 ഗ മ പ രി നി രി ഗ മ പ അ അ രി നി രി രി ഗ രി സ രി ഗ രി രി ഗ രി സ. 1 2 ഗ മ പ അ അ രി നി രി രി ഗ രി സ. 1 2 ഇത്രയും വരെ ഒന്ന് വായിക്കാം. One, two, three, four.
ഇത് കഴിഞ്ഞിട്ട് ഗിറ്റാറും ശബ്ദം കൂടി പകരുകത്തി പാരി സരി സ പാനി ധനി ദ ഗമ പനി പകരികാരി പാതാർത്ത് ഗരിമുള്ളു പകരികാരി പാരി സരി സ പാതാർത്ത് രിസരി സമുള്ളു പാരി സരി സ പാനി ധനി ദ പാനി ധനി ദ രണ്ടാമത് വരുമ്പോൾ ചെറിയതാ വരും പാനി ധനി ദ ഗമ പനി ഗമ പനി പകരികാരി പാരി സരി സ പാനി ധനി ദ ഗമ പനി. അവന് മുഴുവനൊന്ന് വായിക്കാം. 1 2 3 4. വരും. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഇഷ്ടമായെങ്കിൽ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്കും എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പല്ലവിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.